എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ബാക്ക് ടു സ്കൂൾ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? KG കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു സ്കൂൾ ടൈം ടേബിൾ ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്, അതും സ്പൈഡർമാൻ തീമിൽ. മുമ്പും നമ്മൾ സ്പൈഡർമാൻ തീമിലും BTS തീമിലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടേ. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? മക്കളുടെ സ്കൂളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് മെസ്സേജൊക്കെ മനസ്സ് സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ? ഒരു കുട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മറന്നു പോകാൻ ചാൻസ് ഇല്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മളോടും മക്കളോടും മറന്നു പോയേക്കാം. അങ്ങനെ മറന്നു പോവാതിരിക്കാൻ നമുക്കത് എഴുതി വെച്ചാലോ? അതിനൊരു സൂത്രമുണ്ടാക്കാം. എങ്കിൽ വരൂ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ബ്ലൂ കളർ പേപ്പർ എടുക്കാം. പിന്നെ ഒരു A4 ഷീറ്റും. A4 ഷീറ്റിൽ ഇതുപോലെ 5 ചെറിയ സ്ക്വയർ വരയ്ക്കുക. അതെല്ലാം വെട്ടിയെടുക്കുക. വെട്ടിയെടുത്ത സ്ക്വയർ പീസുകളെല്ലാം നേരത്തെ എടുത്ത ബ്ലൂ കളർ പേപ്പറിലേക്ക് ഈ രീതിയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിനു ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ ലൈൻ ബ്ലാക്ക് മാർക്കർ കൊണ്ട് വരയ്ക്കുക. നമ്മൾ ടൈം ടേബിൾ ചെയ്തപ്പോൾ ബിൽഡിംഗ് തീമിലല്ലേ ചെയ്തത്, അപ്പോൾ നമുക്ക് ഇതും അങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലെല്ലാം വരച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാർക്കർ കൊണ്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ വൈറ്റ് സ്ക്വയറിൻ്റെ സൈഡിലും ചുമ്മാ ഒന്ന് വരച്ചു കൊടുക്കുക. പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. നേരത്തെ വരച്ച ലൈനിനൊക്കെ ഒന്നും കൂടി ഡാർക്ക് ആക്കി വരച്ചതാട്ടോ, അത് നന്നായിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് റെഡ് സ്കെച്ച് പെന്ന് കൊണ്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നൊക്കെ എഴുതി കൊടുക്കാം. ഇനി ചില്ലറ മിനുക്കുപണിയൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ താഴെ 2 ഡോട്ടും ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനെ കട്ട് കുറഞ്ഞ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അളവിൽ തന്നെ വെട്ടിയെടുക്കുക. ഇനി ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി അതിലേക്കൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ബബിൾസ് കയറാതെ വൃത്തിയിൽ ഒട്ടിക്കണേ. എൻ്റെ ധൃതി കൊണ്ട് ഇതിൽ ബബിൾസൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. സെല്ലോ ടാപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് മടക്കി ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതിലൊന്ന് എഴുതി നോക്കാം. ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ടാണ് എഴുതുന്നത്. എഴുതി. ഇനി മായ്ക്കാം. കടലാസോ പഴയ തുണി കൊണ്ടോ മായ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കടലാസാണ് എടുത്തത്. മാഞ്ഞില്ലേ? അപ്പോൾ ഒരാഴ്ച നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.